എന്തിന് പിന്നെ ആക്കണം? നിനക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാ. അന്തോണിച്ചായൻ എൻ്റെ കുടുംബത്തിന് ചെയ്ത സഹായത്തിന്റെ ഒരു അംശം പോലും ആവില്ല അത്. ഒരു കൂട്ട ആത്മഹത്യ അതേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അപ്പന് മുമ്പിൽ ഒരു വഴി. പക്ഷെ അന്തോണിച്ചും വിട്ടില്ല, ഏറ്റെടുത്തു എല്ലാം. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത് കുഞ്ഞുമോൻ തരകനാവാൻ? ഒന്നും വേണ്ട, ഈ സ്നേഹം തന്നെ ധാരാളാ. വക്കച്ചന്റെ അടുത്ത് നീക്കെന്താന്ന് നോക്കട്ടെ. ഇനി നമ്മളായിട്ട് പുതിയതൊന്നും തുടങ്ങി വെക്കണ്ട. എന്തായാലും കുഞ്ഞോന്റെ വരവോടുകൂടി ഈ തൊറയൊന്ന് ഉണർന്നു അല്ലേ? അതെ അതെ. വരാനെന്ന് പറയാൻ എന്തായിരിക്കുന്നത്? ഇവൻ നമ്മുടെ കൊച്ചല്ലേ, നമ്മുടെ അന്തോണിച്ചന്റെ കൊച്ച്. അതെ ചേട്ടായി, ഇത് കള്ളു തന്നെയാണോ അതോ മലേഷ്യൻ ബേസ് കലക്കിയതാണോ? കുഞ്ഞുമോനെ, ഞങ്ങളോട് ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി. ഇനി ഞങ്ങൾ വക്കച്ചനോട് നിൽക്കില്ല. ഞങ്ങളെ കൈവിടരുത്. അതെ, ഞങ്ങളെ കൈവിടല്. ഞാൻ കൈവിടണല്ല, നീ എന്റെ കാലുവിട്. ഇല്ല, ക്ഷമിച്ചെന്ന് പറയാതെ ഞങ്ങൾ വിടില്ല. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. ഇനി കുഞ്ഞുമോനാ ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ ആ വക്കച്ച മുതലാളിയെ തെറി പറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി കൊന്നാലും ഞങ്ങൾ തുറക്കാരെ ഒറ്റക്കെട്ടാക്കില്ല. എന്ത്? ഒറ്റ പറ്റി കൊടുക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യ്. ഒറ്റ കൊടുക്കില്ല. നിന്റെ ക്ലാറ്റിമിറ്റി ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. നീ ആ ലേല സ്ഥലത്ത് വെച്ച് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ബോസ് കണ്ണാ, നിനക്കറിയില്ലടാ പട്ടി ഞങ്ങളുടെ വക്കച്ച മുതലാളി ആരാണെന്ന്. മുതലാളിയോട് കളിച്ചവരാരും ഈ തുറന്ന് ജീവനോടെ പോട്ടില്ലടാ.